ജനസമ്പർക്കം അല്ല, ജനസമ്പർക്കം എപ്പോഴും വേണമല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കുന്ന നിവേദനങ്ങൾ തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കാരാത്തോട് വാർഡിലെ മെമ്പർ അബു താഹിർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാവരും ഇവിടെ ഉണ്ട്. അത് നല്ല മാതൃകയാണ്. നമുക്കറിയാലോ, ജനസമ്പർക്കം എന്നുള്ളത് കുറച്ച് അനിവാര്യമായ ഘട്ടമാണിത്. ആളുകളുടെ വോട്ടിംഗ് റൈറ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണത്. ഇപ്പോൾ SIR ആളുകളൊക്കെ വളരെ ആശങ്കയിലാണ്. കാരണം ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ള വിഷയമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. നാളെ വോട്ടേഴ്സ് ലിസ്റ്റാവും അടിസ്ഥാനം എന്തിന്? പൗരത്വത്തിന്. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധികൾ ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നം ഇതേപോലെ ഈ മാതൃകയിൽ ജനസമ്പർക്ക പരിപാടി നടത്തണം. മാത്രമല്ല, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇല്ലെങ്കിൽ നാളെ പറയും ഇതാണ് ഡോക്യുമെൻ്റ് പൗരത്വത്തിന്. അപ്പോൾ അതുകൊണ്ട് നിരന്തര ജനസമ്പർക്കം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ആളുകൾ ഒക്കെ ചെയ്യേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. കാരണം വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ശ്രമം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര ആളെ ഒഴിവാക്കാൻ എന്നുള്ള തരത്തിലാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി നല്ല നീക്കം നടത്തണം. അത് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജനസമ്പർക്കം എപ്പോഴും മാതൃകയാണ്. ഇവിടെയുള്ളത് ഇലക്ഷൻ കാലത്ത് കൊടുത്ത പ്രോമിസസ് പരിഹരിക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ശ്രമം നടത്തുകയാണ്. അത് നല്ല മാതൃകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ആ ജനസമ്പർക്കം എത്ര നിയമങ്ങൾ കേരളത്തിൽ മാറ്റിയിട്ടുണ്ടെന്നറിയോ? ഞാൻ സാക്ഷിയാണ് അതിന്. കാരണം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല സംഗതികളും കുറഞ്ഞ സമയം കൊണ്ട് 5 വർഷത്തിൻ്റെ ഉള്ളിൽ കുരുക്കയക്കാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. ജനസമ്പർക്കം കൊണ്ട് എന്താ കാര്യം? ആളുകൾക്ക് പെറ്റീഷൻ വാങ്ങി ഒരു ചെറിയ സംഖ്യ കൊടുക്കുക എന്നുള്ളതിലേക്ക് ചിലരതിനെ കണ്ടിരുന്നു. അങ്ങനെയല്ല. ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരുന്ന വിവരം വെച്ച് കണക്കിന് കടലാസുമായിട്ട് ക്യാബിനറ്റിൽ വന്ന് ആ കുരുക്കയക്കൽ എല്ലാ ആഴ്ചയും നടത്തുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ കേരളത്തിൽ ലളിതാക്കിയിട്ടുണ്ട്. ചുവപ്പ് നാടകൾ അയക്കപ്പെട്ടിട്ടുണ്ട്. അത് നല്ല മാതൃക തന്നെയാണ്. അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ബാധിച്ചിട്ടില്ലല്ലോ. ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത്. തീരെ ബാധിച്ചിട്ടില്ലല്ലോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ജനങ്ങൾക്കറിയാം. വാർത്താമാധ്യമങ്ങളത് ആവർത്തിച്ച് കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുകയും ചെയ്തു. പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഇനി ആ വ്യക്തി മറുപടി പറയാമെന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോൺഗ്രസിൻ്റെ മാതൃക വളരെ യൂണിക്കായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്തൊരു കേസാണത്. അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നേ ഉള്ളൂ. ഒന്നിന് പുറകെ ഒന്ന് അറസ്റ്റുമായിട്ട് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി മുമ്പോട്ട്. ഇതിനു മുമ്പ് തന്ത്രിയുടെ അറസ്റ്റും 2 ദിവസം മുമ്പ് കഴിഞ്ഞു. അല്ല, അത് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ജനവികാരം എന്താണെന്ന് പ്രകടമായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച സത്യസന്ധമായ നടപടികൾ ആവശ്യമാണ്. കേസിൻ്റെ മെറിറ്റിൽ കയറി ഞാൻ അഭിപ്രായം പറയുന്നില്ല.
പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു. അത് പിന്നെ അവിടെ പിന്നെ സംഗമം നടത്തിയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും കാര്യമില്ല. അത് UDF ഒക്കെ ചെയ്തിരുന്ന പോലെ ശബരിമലയെ പവിത്രമായി കണ്ട് ഫ്രീ ആക്കി വിടുകയാണ്, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ലൊരു രാഷ്ട്രീയ ആയുധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ളത് 2 പ്രാവശ്യമായി. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഒന്ന് കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ സംഗമമൊക്കെ നടത്തി ഇരുന്ന് ആ സമയത്ത് ശബരിമല വന്നപ്പോൾ അതിലെടുത്ത സ്റ്റെപ്പ് പാളി, അതിൽ വീണ്ടും ജനങ്ങളിരുന്ന് തിരിച്ചടി കിട്ടി. ഇനി എടുക്കുന്ന സ്റ്റെപ്പ് അവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്തോട്ടെ, അതാ നല്ലത്. ഞങ്ങൾക്കാർക്കും ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാലത്തും അധികാരത്തിലിരിക്കുമ്പോൾ പാളിയിട്ടില്ല. പക്ഷേ അടുത്ത വർഷത്തിന് പാളിയിട്ടേ ഉള്ളൂ. ഓക്കെ.